ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുമ്പോൾ വലിയ വേദനയാണ് ഉളവാക്കുക. ഇനി അവർ ആത്മഹത്യ മൂലം നമ്മിൽ നിന്ന് അകന്നു പോയാൽ ആ വേദന നമുക്കൊക്കെ താങ്ങാവുന്നതിൽ അധികമാണ്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി വ്യക്തികൾ, കുടുംബങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ആത്മഹത്യയിലേക്ക് വഴുതി വീഴുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബമുണ്ട്. അവർ കർഷകരാണ്. മക്കളെയൊക്കെ പഠിപ്പിക്കുവാനായിട്ട് അവർ വളരെയധികം അധ്വാനിക്കുന്നു. ആ കുടുംബത്തിലെ ഒരു മകൻ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് നല്ലൊരു കോളേജിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവൻ വലിയൊരു അടിമത്തങ്ങളിലേക്ക് അകപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യുവാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്, സാധിക്കുന്നില്ല. കാരണം നമുക്കറിയാം, ഡ്രഗ്സിനൊക്കെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓൺലൈൻ വഴിയുള്ള ഗെയിംസിനൊക്കെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചനം നേടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അവന് വലിയ സമ്പത്ത് നഷ്ടമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം ചെറിയൊരു പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകുന്നുണ്ട്, എന്നാൽ അതുകൊണ്ടൊന്നും ഇത് മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് അവന് പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പം ഓൺലൈൻ വഴി ലോൺ എടുക്കാനുള്ള സംവിധാനമുണ്ട്, നമുക്കറിയാലോ. അങ്ങനെ ലോണൊക്കെ എടുത്തു. ഏകദേശം 10% മുതൽ 36% വരെയൊക്കെ ഇൻട്രസ്റ്റ് ഈടാക്കുന്ന കാര്യങ്ങളുമുണ്ട് ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ. സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കത്തിലേക്ക് ഈ മകൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് അടിമത്തമുണ്ട്, മറുവശത്ത് വീടിനെക്കുറിച്ചുള്ള ചിന്തകളുമുണ്ട്. പക്ഷേ അവന് അടിമത്തങ്ങളിൽ നിന്ന് മോചനം നേടുവാനായിട്ട് പറ്റുന്നില്ല. അവനെ അടുത്തറിയുവാനായിട്ട് ആരും ഉണ്ടായിരുന്നുമില്ല. പലപ്പോഴും വീട്ടിലേക്ക് വിളിക്കും, പൈസയൊക്കെ ആവശ്യമുണ്ടെന്ന് അവൻ പറയാറുണ്ടായിരുന്നു. എന്നാൽ ഒരു സാഹചര്യത്തിൽ അവൻ്റെ പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയൊക്കെ വിളിച്ചപ്പം അവർ പറഞ്ഞു, മോനെ, നീ എന്തിനാണ് ഇത്രയധികം പൈസ നിനക്ക് ചിലവാക്കുന്നത്? എന്താണ് നിനക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പം ഒന്നും അവന് അവരോട് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ. നമുക്കറിയാലോ, കർഷക കുടുംബമാണെങ്കിൽ അധികം പൈസയൊന്നും അവർക്കില്ല. അവർ അധ്വാനിച്ച് റബ്ബറൊക്കെ വെട്ടി കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. എന്നാലും കുറേ പൈസ അവരും ലോണൊക്കെ എടുത്ത് ആക്കി കൊടുത്തു. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൻ്റെ അപ്പനെ വിളിച്ച് പറയുകയാണ്, എനിക്ക് ഇത്ര രൂപ അത്യാവശ്യമായിട്ട് വേണം, എങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് പറ്റുകയുള്ളൂ എന്ന്. വലിയ സങ്കടമായി. അപ്പൻ്റെ വിഷമം കണ്ടപ്പം അവൻ്റെ അമ്മ അവനെ വിളിച്ചു പറഞ്ഞു, മോനെ, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്താ നിനക്ക് സംഭവിച്ചതെന്ന് പറയാൻ പറഞ്ഞു. അവനത് പറയാനായിട്ട് കൂട്ടാക്കിയില്ല. എന്നാൽ വലിയ മനസ്സ് വിഷമിച്ച് മനനൊന്ത അമ്മ പറഞ്ഞു, മോനെ, നീ ഉണ്ടാക്കി വെച്ച ആ കടം നീ തന്നെ വീട്ടണം, അപ്പനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന്. അത്രമാത്രം ആ അമ്മ പറഞ്ഞു വെച്ചു. ഇത്രയും പറഞ്ഞെങ്കിൽ പോലും ആ അമ്മ തൻ്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ വിറ്റ് പൈസ കൊടുക്കുവാനായിട്ട് ജീവിത പങ്കാളിയോട് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ആവശ്യമുള്ള കുറച്ച് തുക വീണ്ടും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അറിയാൻ സാധിച്ചത് ഈ ടീനേജർ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. വളരെ വേദനാജനകമായ ഒരു സംഭവം. ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പിന്നെ പഠിക്കുവാനായിട്ട് ശ്രമിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്? അപ്പോഴാണ് മനസ്സിലായത്, ഇവൻ്റെ അടിമത്തങ്ങളുടെ ആഴം, അതോടൊപ്പം തന്നെ ഇവൻ ഓൺലൈൻ വഴി എടുത്ത ലോൺ, ഭീമമായൊരു തുക അവൻ ലോൺ എടുത്തിരുന്നു ഈ ഗെയിംസൊക്കെ കളിക്കുവാനായിട്ട്. പലതിലും അവന് അകപ്പെട്ടു പോയി. ഇനി വലിയ പ്രഷർ ഇവൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു ഈ ലോണൊക്കെ അടയ്ക്കുവാനായിട്ട്. ഒരു നിൽക്കക്കള്ളിയുമില്ലാതെ
അവസാനം ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, ഇതുപോലുള്ള സംഭവങ്ങൾ ഒന്നും രണ്ടും സംഭവങ്ങളൊന്നും അല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ സംഭവിക്കുന്നത്. നമുക്കറിയാം, വലിയ പ്രയാസത്തിലൂടെ യുവജനങ്ങളും യുവാക്കളും എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. നാഷണൽ ക്രൈം റിസർച്ച് റെക്കോർഡ്സ് ബ്യൂറോയുടെ അഭിപ്രായത്തിൽ കോവിഡിന് ശേഷം യുവജനങ്ങൾക്കിടയിലുള്ള ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. ഇനി ലോകാരോഗ്യ സംഘടനയുടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അഭിപ്രായത്തിൽ ഓരോ 40 സെക്കൻഡിലും ഒരു ആത്മഹത്യ ഈ ലോകത്ത് നടക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്? വലിയ ദുഃഖവും വേദനയും ഒക്കെ ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഇന്നലെ വരെ ഓടി നടന്ന മനുഷ്യൻ, നമ്മളോടൊക്കെ സമ്പാദിച്ചും ചിരിച്ചും കളിച്ചും ഒക്കെ പറഞ്ഞ് നടക്കുന്ന മനുഷ്യൻ പിന്നെന്തുകൊണ്ടാ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കടന്നു പോകുന്നത്? ചുരുക്കം ചില വ്യക്തികൾക്ക് മാത്രമേ ഒന്ന് ഓപ്പണായിട്ട് പറയുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. ചുരുക്കം ചില വ്യക്തികൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളും തകർച്ചകളും ഒക്കെ ഉണ്ടാകുമ്പം ഏകാന്തതയിലേക്ക് പോകുന്നു. പിന്നെ ഒരു രക്ഷയില്ല, ആ മരണം മാത്രമാണ് രക്ഷയെന്ന് അവർ ചിന്തിക്കുന്നു. ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികൾ, പ്രത്യേകിച്ച് അതിന് മുതിരുന്ന വ്യക്തികളൊക്കെ ഒരു നിമിഷം കൊണ്ടെടുക്കുന്ന തീരുമാനമൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. ഇത് 100-ൽ 90% ആൾക്കാരും അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ പലപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു മൊമെൻറ്റിലെടുക്കുന്ന തീരുമാനമല്ല. ഹോർമോൺ വ്യത്യാസം മൂലം, പെട്ടെന്നുണ്ടാകുന്ന ഷോക്ക് മൂലം വെറും 5-10% ആൾക്കാർ മാത്രമേ ആത്മഹത്യ ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നല്ലൊരു സമൂഹത്തെ, നല്ലൊരു കുടുംബത്തെ വാർത്തെടുക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കുന്നുണ്ടോ? വലിയ ദുഃഖത്തിലൂടെ, നൊമ്പരത്തിലൂടെ പോകുന്ന ഒരുവൻ്റെ വ്യക്തിത്വം, അവൻ്റെ അവസ്ഥ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇനി നമ്മളുമായിട്ട് ചിരിച്ചു കളിച്ച് വർത്താനം പറയുന്ന വ്യക്തികൾ എന്തുകൊണ്ട് നമ്മളോട് അവരുടെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ പറയുന്നില്ല? അതിനും പല കാരണങ്ങളുണ്ട്. നമുക്കറിയാലോ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സമ്പത്ത് കൊടുത്തുകൊണ്ട് മാത്രമല്ല സഹായിക്കുവാനായിട്ട് സാധിക്കുന്നത്. മറിച്ച് നമ്മുടെ സമയവും സാന്നിധ്യവും അകമഴിഞ്ഞ് പ്രോത്സാഹനവും ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ഓരോ വ്യക്തികളെയും കുടുംബത്തെയും സഹായിക്കുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ. ഇനിയും ഒരിക്കലും ഇതുപോലുള്ള അനുഭവങ്ങൾ, ഇതുപോലുള്ള വേദനകളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരാരും കടന്നു പോകാതിരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് യത്നിക്കാം. ജീവിതം അത് ഹ്രസ്വമാണ്, ജീവിതം സുന്ദരമാണ്. ഈ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടായോ അതെല്ലാം നമുക്ക് നേരിടാൻ പറ്റും പ്രിയപ്പെട്ടവരെ. ഒറ്റക്കെട്ടായി മുമ്പോട്ട് നീങ്ങുവാൻ ശ്രമിച്ചാൽ ഏത് പ്രശ്നങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനായിട്ട് പറ്റും. ചുരുക്കത്തിൽ നമ്മളാരും ഒറ്റയ്ക്കല്ല പ്രിയപ്പെട്ടവരെ. ഒന്ന് കണ്ണു തുറന്ന് കാതു തുറന്ന് കാണാൻ, കേൾക്കാൻ ശ്രമിക്കുമ്പം ജീവിതത്തിൽ വലിയൊരു വ്യത്യാസമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവൻ അവൾ ഇങ്ങനെ ചെയ്യുന്നത്, ആ കുടുംബം ഇങ്ങനെ ചെയ്യുന്നത്? ചിലപ്പോൾ ചോദ്യങ്ങൾ മാത്രം, ഉത്തരം കിട്ടില്ല. ഉത്തരം കിട്ടാതെ വന്നു കഴിയുമ്പം ചോദിച്ച ചോദ്യത്തെക്കുറിച്ച് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കുകയും സംയമനത്തോടെ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുമ്പോൾ ജീവിതം സന്തോഷമായി മാറുകയാണ്. അവിടെയാണ് ജീവിക്കുന്ന മാലാഖമാരെ പോലെ നമ്മൾക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. ചില വ്യക്തികളുണ്ട്, എൻ്റെ ജീവിതം ഇങ്ങനെയാ, എനിക്ക് ഇതിൻ്റെ അകത്തുനിന്നും ഒരു മോചനവും ഇല്ല,
ജീവിതം ഇങ്ങനെ തളർന്ന് തരിപ്പണമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് ജീവിതത്തെ പഴിച്ച് മരണതുല്യമായ ജീവിതം ജീവിക്കുന്നുണ്ട്. പക്ഷേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുകയിൽ എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ഇടയിൽ. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച്, ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാം. 22-ാമത്തെ വയസ്സിൽ അദ്ദേഹം വീൽ ചെയറിലായി. മുഖത്തെ ഏതാനും മസിലുകൾ മാത്രമേ അദ്ദേഹത്തിന് ചലിപ്പിക്കുവാനായിട്ട് സാധ്യമായിരുന്നുള്ളൂ. വലിയ വേദനയുടെ, ദുഃഖത്തിൻ്റെ അവസ്ഥയിലൂടെ അദ്ദേഹം കടന്നുപോയി. എന്നാൽ അതിനെയെല്ലാം അദ്ദേഹം അതിജീവിച്ചുകൊണ്ട് തന്നെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള പഠനം ആരംഭിക്കുകയും അത് കണ്ടുപിടിക്കുകയും ചെയ്തു. ശാസ്ത്ര ലോകത്തിന് നൽകിയ വലിയൊരു മുതൽക്കൂട്ടായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ആണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് മറക്കരുത്. സാവകാശം അദ്ദേഹത്തിന് ചലനങ്ങളൊക്കെ വീണ്ടെടുക്കുവാനായിട്ട് സാധിച്ചു. എന്നാൽ നടക്കുവാൻ സാധിച്ചില്ല. പുതിയ പല കണ്ടുപിടുത്തങ്ങളും അദ്ദേഹം കണ്ടുപിടിച്ചു. ഇന്നും അത് മനുഷ്യരാശിക്കൊക്കെ വലിയ ഒരു പ്രാധാന്യം നൽകുകയാണ് ചെയ്യുന്നത്. ഈ സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹം വിവാഹിതനാവുകയും മക്കളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു കുടുംബജീവിതം അദ്ദേഹം നയിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, വീൽ ചെയറിൽ ആയിരുന്ന നിമിഷങ്ങളിൽ മുഖത്തെ ഏതാനും മസിലുകൾ മാത്രമേ ചലിപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തിന് പറ്റുകയുള്ളായിരുന്നു. പക്ഷേ ചിന്താശക്തി ഉണ്ടായിരുന്നു. ഈ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ ചിന്താശക്തി കൊണ്ട് അതിജീവിച്ച് വലിയൊരു കണ്ടുപിടുത്തം നടത്തി. അതെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരുപക്ഷെ നമുക്കൊക്കെ സുഗമമായി നടക്കുവാൻ സാധിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ മനസ്സിലേക്ക് വരുന്ന ഒരു പ്രതികൂല സാഹചര്യം, പ്രതിസന്ധിയെ നമുക്ക് ഓവർകം ചെയ്യുവാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ഇതിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യുവാനായിട്ട് സാധിക്കുക? അത് സാധിക്കണമെങ്കിൽ ജോബിൻ്റെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ വചനം നാം മനസ്സിലാക്കണം. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന, ജോബിൻ്റെ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കുക അത്ര എളുപ്പമല്ല. പ്രതീക്ഷയുള്ളവർക്ക് മാത്രമേ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോഴും മുമ്പിൽ വലിയൊരു പ്രതീക്ഷയൊന്നും കാണാൻ സാധിക്കാത്ത നിമിഷങ്ങളിൽ പോലും ഈ ജോബിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുമോ? അത്ര എളുപ്പമല്ല. ആ നിമിഷങ്ങളിൽ നമ്മുടെ ചിന്തകളും, ദൈവമേ, എല്ലാം തകർന്ന് ഒന്നുമില്ലാത്ത അവസ്ഥ, പ്രതീക്ഷകളില്ല, മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്ക് നിറങ്ങൾ പകരുവാനും സാധിക്കുന്നില്ല. ഈ അവസരത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എങ്കിലും നമുക്കും ഈ ജോബിനെ പോലെ പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യയെ അതിജീവിച്ച ഒരു വീട്ടമ്മയെ എനിക്കറിയാം. അവരുമായി കുറച്ചു നേരം ഞാൻ സംസാരിച്ചു. വേദനകളും ദുഃഖങ്ങളുമൊക്കെ പങ്കുവെച്ചു. ഇപ്പോൾ ആ സഹോദരി വലിയ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ആഴമേറിയ പ്രാർത്ഥനയുണ്ട്, അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് ഉണ്ട്, ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇതിലൂടെ എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ആവശ്യമാണ്. ഇനി ആ സഹോദരി പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ശ്രമിച്ചത് എന്ന്. പറഞ്ഞ ഒരു കാര്യമുണ്ട്, അച്ചോ, പലപ്പോഴും ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. വർഷങ്ങളായിട്ടുള്ള വേദനകൾ ഒരു വശത്ത് കിടപ്പുണ്ട് അബോധ മനസ്സിൽ. എന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് ഏകദേശം 1-2 മാസങ്ങളായിട്ട് വലിയ വേദനയിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. ആരോടും പറയാൻ പറ്റില്ല. ഇനി പറഞ്ഞാൽ തന്നെ ആർക്കും ഇത് മനസ്സിലാക്കാനും പറ്റില്ല. മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും പറഞ്ഞ് പരിഹസിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് മനസ്സിലത് സൂക്ഷിക്കുകയല്ലേ ഏറ്റവും വലുത്. കൂട്ടിച്ചേർത്തു, ജോലി വലിയ സ്ട്രെസ്സായിരുന്നു.
അതൊരു വശത്ത്. 12 മുതൽ 14 മണിക്കൂർ വരെ ജോലി ചെയ്യണം. ജോലി ചെയ്യേണ്ട സമയം 9 മണിക്കൂറാണ്. പക്ഷേ എനിക്ക് സ്ട്രെസ് ഉള്ളപ്പം ഇതെങ്ങനെ ചെയ്യണമെന്നറിയത്തില്ല, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ പ്രൊജക്റ്റും തീർക്കാനായിട്ട് ശ്രമിച്ച് മണിക്കൂറുകൾ മുമ്പോട്ട് പോവുകയാണ്. ഉറക്കം വരാത്ത രാത്രികൾ, ഉറങ്ങാൻ കിടന്നെങ്കിൽ തന്നെ ചെയ്തില്ലല്ലോ എന്നുള്ള ചിന്തകൾ ഒരു വശത്ത്. ഇനി പിന്നീട് പെട്ടെന്ന് രോഗത്തിലേക്ക് അകപ്പെടുക. കാരണം എന്താ? ഉറക്കമില്ല ഒരു വശത്ത്, മാനസികമായിട്ട് തളരുന്നു, ആരോടും പറയാനായിട്ട് പറ്റുന്നില്ല, ജീവിത പങ്കാളിയോട് പറഞ്ഞിട്ട് ജീവിത പങ്കാളിക്ക് അത് ഉൾക്കൊള്ളാൻ ഒന്നും സാധിക്കുന്നില്ല, ആ ഒരവസ്ഥ. ഇനി എൻ്റെ ജോലി പോയാൽ പിന്നെ എന്താ എനിക്കുള്ളത്? എൻ്റെ ആരോഗ്യം കൂടെ പോകുന്നു, പിന്നെ എനിക്കെന്താ ഉള്ളത്? ജോലിയില്ല, ആരോഗ്യമില്ല, പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്? എൻ്റെ വീട്ടിലുള്ളവർക്ക്, പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ എന്നെ വേണ്ട. ഈ ഒരു ചിന്ത എന്നിലേക്ക് പെട്ടെന്ന് വന്നു കയറി. നിരാശപ്പെടുത്തുന്ന, തളർത്തുന്ന ഒരു ചിന്ത പെട്ടെന്ന് വന്നു കയറി. അങ്ങനെ ഈ സഹോദരി ആത്മഹത്യ ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഏതോ ഒരു ശക്തി ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെയ്യണം, പൊക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഏതോ ഒരു ശക്തി പറയുന്നത് പോലെയുള്ളൊരു സ്വരം അത് ഇങ്ങനെ എപ്പോഴും കൂടെ കേൾക്കും. കാരണം മാനസികമായ ഓരോ അവസ്ഥയിലേക്ക് ഈ സഹോദരി എത്തി, ഈ സ്ട്രെസ്സിലൂടെ, ഈ ഭാരത്തിലൂടെ പോയിക്കൊണ്ട് പിന്നീട് ആത്മഹത്യ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ അതിനെ രക്ഷപ്പെടുത്തുവാനായിട്ട് ജീവിക്കുന്ന മാലാഖമാരെ ദൈവം അയച്ചു രക്ഷപ്പെടുത്തി. പിന്നീടാണ് ഈ സഹോദരി മനസ്സിലാക്കുന്നത് ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച്. കാരണം എന്താ? ദൈവമാണ് ജീവിതം നൽകിയത്. ഇനി ഇത്രയും വലിയ തകർച്ചയിലൂടെ പോയപ്പം അതിനെ അതിജീവിക്കുവാനായിട്ട് സാധിച്ചില്ല, സ്വന്തമായിട്ട് ശ്രമിച്ചു. എന്നാൽ ഒരു നല്ല കൗൺസിലിങ്ങിന് പോകാനോ അല്ലെങ്കിൽ വൈദ്യസഹായം തേടാനോ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകാനോ ഒന്നും തോന്നിയില്ല. പറഞ്ഞത് ഇപ്രകാരമാണ്: ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കേരളത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചുറ്റുവട്ടമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തൊക്കെയോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ് പരിഹസിക്കും. അതുകൊണ്ട് എനിക്ക് പോകുവാനായിട്ട് തോന്നിയില്ല. അങ്ങനെ ഞാൻ തന്നെ അതിനെ അതിജീവിക്കുവാനായിട്ട് ശ്രമിച്ചു. ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരാം. അങ്ങനെ പല ഫാക്ടേഴ്സ് ആത്മഹത്യകൾക്ക് ഘടകമായി, കാരണങ്ങളായിട്ട് വരാം. അങ്ങനെ നല്ലൊരു കൗൺസിലറിൻ്റെ അടുത്തേക്ക് പോയി സൈക്കോളജിക്കൽ ആയിട്ടുള്ള കൗൺസിലിംഗ് ലഭിച്ചു. പിന്നീട് ഡോക്ടേഴ്സ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു. വീട്ടിലുള്ളവരുമായിട്ടൊക്കെ സംസാരിച്ചു, എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യണം. ഈ സഹോദരി പറഞ്ഞു, ഇപ്പോഴെനിക്ക് എന്തെങ്കിലും ഒരു വേദനയോ ദുഃഖമോ ഒക്കെ വന്നു കഴിയുമ്പം ഞാൻ എൻ്റെ ഡോക്ടറെ വിളിക്കാറുണ്ട്, വീട്ടിലുള്ളവരോട് സംസാരിക്കാറുണ്ട്, അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്: അച്ചോ, ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതെൻ്റെ 2ാം ജന്മമാണ്. ദൈവമാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ദൈവത്തിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മക്കൾക്ക്, എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ കുടുംബത്തിന് ദൈവത്തിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് എനിക്കൊരു 2ാം ജന്മം നൽകിയത് എന്ന്. അങ്ങനെ ആ സഹോദരി വീണ്ടും ഒരു ജീവിതം ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഒരുപാട് വ്യക്തികൾ, കുടുംബങ്ങൾ മാനസികമായി തകർന്ന വ്യക്തികളുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുവാനായിട്ട് അവർ തയ്യാറാകും. നമുക്കൊരു പനിയോ ജലദോഷമോ ഒക്കെ വന്നു കഴിയുമ്പം നമ്മൾ ആശുപത്രിയിലേക്ക് പോവില്ലേ? അതേ ഒരു മനസ്സോടുകൂടിയാണ് ഡിപ്രഷനും ഇങ്ങനെ മാനസികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമ്പം അവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോവുകയും വൈദ്യസഹായം തേടുകയൊക്കെ ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, ദൈവമാണ് ഈ സംവിധാനങ്ങളെല്ലാം സൃഷ്ടിച്ചത്. അതുകൊണ്ട് എല്ലാ സംവിധാനങ്ങളെയും നമ്മൾ സ്വീകരിക്കണം. ഇനി നമുക്ക് വലിയൊരു സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ. കാരണം എന്താ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല ഈ ലോകത്തിൽ. ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തെ അതെങ്ങനെ നിയന്ത്രിക്കണം, ഏതു വഴിയെ കൊണ്ടുപോകണമെന്നുള്ളത് പ്രപഞ്ച സൃഷ്ടാവിനറിയാം. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഇതിനെയൊക്കെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഇപ്പോൾ ബൈബിളൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന ഒരു പ്രസ്സിലൂടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. വലിയ വലിയ മെഷീൻസ് ഉണ്ട്. ആ വലിയ മെഷീൻസ് ചില സമയത്തത് പെട്ടെന്ന് മെയിൻ്റനൻസ് ഒക്കെ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും ചില സമയത്തത് സ്റ്റക്കാവും.
എവിടെയെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായാൽ മതി അത് സ്റ്റക്കാകാനായിട്ട്. നല്ല മെഷീൻസ് അങ്ങനെയാണ്. ചില സമയത്ത് അത് ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്നാൽ നല്ല ടെക്നീഷ്യൻസൊക്കെ വന്നു കഴിയുമ്പം അവർ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പ്രിയപ്പെട്ടവർ, ഇതുപോലെയാണ്. പുറമേ നിന്ന് നോക്കുമ്പം പെട്ടെന്നെല്ലാം സ്റ്റക്കായിട്ട് തോന്നും. എന്നാൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താ? എന്നെ ശക്തനാക്കുന്ന ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ എനിക്ക് പ്രതീക്ഷകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. ആയതിനാൽ നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനായിട്ട് നമ്മൾക്ക് ശ്രമിക്കാം. വേദനയോ ദുഃഖങ്ങളോ ഒക്കെ വന്നു കഴിയുമ്പം ഒന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ നമുക്കുണ്ടാവണം. നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്ന 2-3 സുഹൃത്തുക്കൾ നമ്മൾക്കുണ്ടാവുമ്പോൾ അത് വലുതാണ് പ്രിയപ്പെട്ടവരെ. സാമ്പത്തികമായിട്ടുള്ളൊരു സഹായമല്ല, മറിച്ച് നമ്മളെ ഒന്ന് കേൾക്കാൻ, ഒരു സപ്പോർട്ട് തരാൻ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ, നമ്മുടെ കുറവുകൾ അറിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ കൂടെ എപ്പോഴും ചരിക്കുന്ന ഒരു 2-3 സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയൊരു ഊർജം പകരുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മനസ്സ് വേദനിക്കുമ്പം, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ ഒരിടത്ത് തന്നെ ഇരിക്കാതെ പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രകൃതിയിലേക്കൊക്കെ ഒന്ന് പതുക്കെ ഇറങ്ങുവാനായിട്ട് സാധിക്കണം. പ്രകൃതിയിൽ ദൈവം മനോഹരമായി എന്തെല്ലാം കാര്യങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നദികൾ, പുഴകൾ, വൃക്ഷങ്ങൾ. നമ്മൾ ഇതൊക്കെയൊന്ന് നോക്കിക്കാണുമ്പം മനസ്സൊന്ന് ഫ്രീ ആവുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഗാഡ്ജറ്റ്സിൻ്റെ, പ്രത്യേകിച്ച് മൊബൈൽ, കമ്പ്യൂട്ടർ, TV അതിനൊക്കെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് സമയം ഒരുപാട് കളയരുത്. ഇതൊക്കെ നമുക്ക് വേണം, വേണ്ടെന്നല്ല പറയുന്നത്, ആവശ്യത്തിന് ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ പ്രകൃതിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം. നമുക്കറിയാലോ, ഇപ്പോൾ പെയ്ത് ഒഴിയുന്ന മഴകൾ, നമ്മളതൊക്കെ ഒന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. പണ്ടൊക്കെ എനിക്ക് ഈ മഴ ഭയങ്കര ഇഷ്ടമാണ്. മഴ പെയ്യുന്ന സമയത്ത് ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും ശക്തമായ മഴയാണെങ്കിൽ കുറച്ചു നേരം ഇരുന്ന് കാണും. ഇപ്പോഴത്തെ മഴ എന്ന് പറയുന്നത് ചെറിയ ചെറിയ മേഘവിസ്ഫോടനങ്ങൾ പോലെയാണ് വരുന്നത്. ഒരു 3 മിനിറ്റിനുള്ളിൽ എല്ലാം പെയ്തൊഴിയുകയാണ് ചെയ്യുന്നത്, ശക്തമായിട്ട് വരുന്നു. ഇതൊക്കെ പ്രകൃതിയുടെ പല പ്രതിഭാസങ്ങളാണ്. ഇനി ചില സമയത്ത് മഴ പെയ്യുമ്പം ഈ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ വളരെ നിശ്ചലമായിട്ട് നിൽക്കും. പ്രകൃതി വളരെ നിശ്ചലമാണ്. ചില സമയത്ത് മഴ പെയ്യുമ്പം ഈ വൃക്ഷങ്ങളൊക്കെ കാറ്റിലിങ്ങനെ ഉലഞ്ഞാടുകയാണ് ചെയ്യുന്നത്. പ്രകൃതി ചെറിയ രീതിയിലേക്ക് പ്രക്ഷുബ്ധമാകുന്നു. എന്നാൽ കുറച്ച് കഴിയുമ്പം ഇത് ശാന്തമാകുന്നു. ചിലപ്പോൾ പെട്ടെന്ന് മിന്നലുണ്ടാകുന്നു, ഇടിവെട്ടുണ്ടാകുന്നു, വീണ്ടും പ്രക്ഷുബ്ധമായ അവസ്ഥയിലേക്ക് ഈ ഭൂമി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ കുറേ കഴിയുമ്പം ഒരു ശാന്തതയില്ലേ എല്ലാത്തിനും? ഇതുപോലെ പ്രക്ഷുബ്ധമായ അവസ്ഥ ജീവിതത്തിലുണ്ടാവാം. മേഘവിസ്ഫോടനങ്ങൾ പോലെയുള്ള പ്രതികൂല സാഹചര്യങ്ങളും വേദനകളും ജീവിതത്തിലേക്ക് ഒറ്റയടിക്ക് വരാം. ചിലപ്പോൾ ചിലതൊക്കെ പതുക്കെ പതുക്കെയായിരിക്കാം വരുന്നത്. ഇനി ചിലതൊക്കെ ഒരു മിന്നൽ പിണർ പോലെ വന്ന് അതില്ലാതായി മാറുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ ജീവിതത്തെ അത് ദൈവം തന്നതല്ലേ, അത് കുറച്ചും കൂടി സുന്ദരമാക്കുവാൻ നമുക്ക് സാധിക്കില്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സുന്ദരമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കത്തില്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞൊരു കണക്കില്ലേ, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആ പഠനത്തിൽ 40 സെക്കൻഡിൽ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നു. അത് ഇല്ലാതാവട്ടെ. ഒരു വ്യക്തിയും ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഇടയാകാതിരിക്കട്ടെ. ഒരു കുടുംബവും ആത്മഹത്യയുടെ വക്കിലേക്ക് പോകാതിരിക്കട്ടെ. ദൈവം തന്ന ജീവിതത്തെ മാനിച്ചുകൊണ്ട്, പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.